മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടി കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടിയത് സുകുമാരക്കുറുപ്പ് മോഡൽ തന്ത്രം പൊളിച്ചെഴുതിയാണ്. മരിച്ചെന്ന് പത്രവാർത്ത നൽകി കൊടൈക്കനാലിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് കുമാരനെല്ലൂർ മയാലിൽ സ്വദേശിയായ MR സജീവ് എന്ന 41-കാരനായ സുബിയെ പോലീസ് പിടികൂടുന്നത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. 2023 കോട്ടയം ചൈതന്യ ഫിനാൻസിന്റെ പനമ്പാലം കുടമാളൂർ ശാഖകളിൽ നിന്ന് 4.5 ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ്. തുടർന്ന് ചെന്നൈയിലേക്ക് പോയ പ്രതി സ്വന്തം ചരമവാർത്ത ഒരു പത്രത്തിൽ വരുത്തുന്നു. പണയ സ്വർണം തിരിച്ചെടുക്കാതെ വന്നപ്പോഴായിരുന്നു ധനകാര്യ സ്ഥാപനം സ്വർണം പരിശോധിച്ചു തുടങ്ങുന്നത്. ആൾ മരിച്ചുവെന്നും ചെന്നൈ അടയാറിൽ സംസ്കാരം നടന്നെന്നും വീട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞതോടെ പോലീസിൽ പരാതി നൽകി. സജീവിന്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന വീടും ഇവർക്ക് വരുന്ന ഫോൺ കോളുകളും 2024 നവംബർ മുതൽ നിരീക്ഷിച്ചാണ് ഗാന്ധിനഗർ പോലീസ് സജീവ് ജീവിച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നത്. തുടർന്ന് കൊടൈക്കനാലിൽ നിന്നും പിടികൂടുകയായിരുന്നു. സുകുമാരക്കുറുപ്പ് കേസിലേതിന് സമാനമായ രീതിയിൽ ആൾമാറ തട്ടിപ്പാണ് സജീവും പരീക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നു. മരിച്ചുപോയി എന്ന രേഖയുണ്ടാക്കാനായിരുന്നു പത്രത്തിൽ വാർത്ത നൽകിയത്. ചരമവാർത്തയിൽ നാട്ടിലെ വിളിപ്പേരും കൂടി ചേർത്തു. വാർത്തയിലെ ചിത്രത്തിനായി മാത്രം ഇയാൾ മീശ വളർത്തി. മുക്കുബണ്ടം പണയം വെച്ച് 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുകൂടി ഇയാൾ പണം കൈക്കലാക്കിയിരുന്നു. ഒരിടത്തു നിന്ന് മാത്രം 1.25 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട്. അടുത്ത സ്ഥാപനം പരാതി നൽകിയിട്ടില്ല. 15,000 രൂപ വരെ ചെലവഴിച്ച് ഒറിജിനലിനെ വെല്ലുന്ന മുക്കുബണ്ടമായിരുന്നു തട്ടിപ്പിനായി നൽകിയത്. കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്ന ഇയാൾ ചലച്ചിത്രമോഹവും കൊണ്ടു നടന്നിരുന്നു. തട്ടിപ്പ് പണം ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊടൈക്കനാലിൽ നിന്ന് പിടികൂടുമ്പോൾ ഇയാൾ സിനിമാ സെറ്റിലെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഗാന്ധിനഗർ പോലീസ് ഇൻസ്പെക്ടർ ടി ശ്രീജിത്ത്, SI മാരായ MH അനുരാജ്, S സത്യൻ, SCPO രഞ്ജിത്ത്, CPO അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുന്നേയും സുകുമാരക്കുറുപ്പ് മോഡൽ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023 മധ്യപ്രദേശിൽ 22-കാരനായ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിനെ ഭോപ്പാൽ അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. മധ്യപ്രദേശിലെ സെഹോർ ദോറഹ സ്വദേശിയായ അമൻ ഗംഗി എന്ന 22-കാരനെയായിരുന്നു രാഘവ് ഗാർഫ് സ്വദേശി രജത് സെയ്നി സുകുമാരക്കുറുപ്പ് മോഡലിൽ കൊലപ്പെടുത്തിയത്. 2022 ജൂലൈ 14-നായിരുന്നു സംഭവം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗ്വാളിയർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നയാളാണ് രജത് സെയ്നി. നോയിഡയിൽ 2022 ഷോപ്പിംഗ് മാൾ ജീവനക്കാരിയെ കൊലപ്പെടുത്തിയ ശേഷം തന്റെ ആത്മഹത്യയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവതിയും പങ്കാളിയായ യുവാവിനെയും പോലീസ് പിടികൂടിയിരുന്നു. ദാദ്രി ബാദ്പുര സ്വദേശി 22-കാരിയായ പായൽ ഭാട്ടി, പങ്കാളി 28-കാരനായ അജയ് ഠാക്കൂർ എന്നിവരെയായിരുന്നു നോയിഡ പോലീസ് അന്ന് പിടികൂടിയത്. 2022 മെയ് മാസത്തിൽ മാതാപിതാക്കൾ ജീവനൊടുക്കിയതിന് പിന്നാലെയാണ് പായലിന് ബന്ധുക്കളായ ചിലരോടുള്ള പക ആരംഭിക്കുന്നത്. കടം വാങ്ങിയ 5 ലക്ഷം രൂപ തിരികെ നൽകാത്തതിന്റെ പേരിൽ ബന്ധുക്കളായ ചിലർ പായലിന്റെ മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ഈ ഉപദ്രവവും ഭീഷണിയും താങ്ങാനാകാതെയാണ് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പായലിന്റെ ആരോപണം. മാതാപിതാക്കളുടെ മരണത്തിന് പിന്നാലെ ബന്ധുക്കൾക്കെതിരെ യുവതി പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയൊന്നും എടുത്തില്ല. ഇതോടെയാണ് അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് ഉത്തരവാദികളായവരെ വകവരുത്താൻ പായൽ തീരുമാനമെടുത്തത്. കുടുംബക്കാരോടുള്ള പക തീർക്കാൻ ആത്മഹത്യ ചെയ്തതായി വരുത്തി തീർക്കുകയായിരുന്നു. ശേഷം പക വീട്ടാൻ അവസരം കാത്തിരിക്കുമ്പോഴാണ് പോലീസ് വലയിലാകുന്നത്.